4 അവറിന്റെ ചാർട്ടിലാണ് നമ്മൾ ഇന്ന് ഫ്യൂച്ചർ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് 15/7/2025 ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ചാർട്ടാണിത്. അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ ഒരു ഡേ ചാർട്ടിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇതാണ്ട് ഇവിടുന്ന് ഒരു ലോ ഉണ്ടാക്കിയതിന് ശേഷം ഹൈ ഉണ്ടാക്കി ഒരു റിജക്ഷൻ ക്യാൻഡിൽ നിൽക്കുക. 0.5 അവിടെ എത്തിയിട്ടില്ല, അല്ലാതെ ഒരു റിജക്ഷൻ കാണിച്ചത് വീണ്ടും കയറി ഇങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ് അന്നേരപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ DRT ലെവൽ അനുസരിച്ച് 0 മുതൽ 0.75 വരെ ഡിസ്കൗണ്ടും ഡീപ്പ് ഡിസ്കൗണ്ടും, ഇത് ഈ 0.5നും 0.7നും ഡിസ്കൗണ്ടും, 0.5 to 0.25 എന്ന് പറയുന്നത് പ്രീമിയവും, 0.25 to 0 എന്ന് പറയുന്നത് ഡീപ്പ് പ്രീമിയം ആയിരിക്കും. ഡീപ്പ് പ്രീമിയം വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് സെല്ലിംഗ് റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ സെല്ലിംഗ് വന്നോ ഇല്ലയോ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. അത് 4 അവറിന്റെ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്, മാർക്കറ്റ് 4 അവറിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു വരച്ചിട്ടേക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക്, അത് നമ്മുടെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. 4 അവറിനകത്ത് ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. അതാണ് ഇതാ ഈ ഒരു ഇവിടെ ഒരു സ്വീപ്പ് കിട്ടി. ഈ റെഡ് ക്യാനലിന് ഈ ഗ്രീൻ ക്യാനലിലൂടെ സ്വീപ്പ് കിട്ടിയതിന് ശേഷം അതാണെങ്കിൽ നേരെയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിലും ഈ ഗ്രീൻ ക്യാൻഡിലും തമ്മിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ പകുതി വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മേളിലോട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് തിരിച്ച് റിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ടോപ്പിൽ. 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ട് സ്വീപ്പ് ചെയ്തതിന് ശേഷം നല്ല ഡീപ്പായിട്ട് മാർക്കറ്റ് താഴേക്ക് വീഴുക ചെയ്തിട്ടുള്ളത്. താഴേക്ക് വീഴുമ്പോഴത്തേക്ക് അവിടെ ഈ 4 അവറിന്റെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വീഴുന്നുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് നേരത്തെ വന്നതിന് ശേഷം അവിടുന്ന് വീണ്ടും താഴേക്ക് വീണിട്ടുണ്ട്. താഴേക്ക് വീണ മാർക്കറ്റ് വീണ്ടും തിരികെ ഡിസ്കൗണ്ടിലേക്കായിരുന്നു മാർക്കറ്റിന്റെ പ്രീമിയത്തിലെയും ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ പകുതിയോളം വന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വീണത്. അപ്പം ഇവിടുത്തെ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഹൈ പക്ക എഫക്റ്റീവ് ഓർഡർ ബ്ലോക്ക്. മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് റിജക്ഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിനെ നമുക്ക് കാണാൻ കഴിയും. 4 അവറിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിനെ കാണാം. ഇതും ഒരു